നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടിയിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലെന്നും കുറ്റം ചെയ്തവർ ശിക്ഷ അനുഭവിക്കണമെന്നുമുള്ള ശക്തമായ നിലപാടുമായി രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ വെള്ളപൂശിയുള്ള പാർട്ടിയുടെ മുഖപത്രമായ വീക്ഷണത്തിലെ ലേഖനം, ആ ലേഖനത്തെ കുറിച്ച് പാർട്ടി അന്വേഷിക്കുമെന്നും ചെന്നിത്തല നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കേണ്ടതില്ല എന്ന അതിശക്തമായ നിലപാട് സ്വീകരിച്ച രമേശ് ചെന്നിത്തല ഒരിക്കൽ കൂടി രാഹുലിനെതിരെ ആഞ്ഞടിക്കുകയാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രചരണത്തിന് ഇറക്കരുത് എന്ന് ആദ്യമായി പാർട്ടിയിൽ പരസ്യമായി ആവശ്യപ്പെട്ടത് രമേശ് ചെന്നിത്തലയാണ്. ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന വി ഡി സതീശൻ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയും നിലപാട് മയപ്പെടുത്തുകയും ചെയ്ത ഘട്ടത്തിൽ പോലും അതിശക്തമായ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തത് രമേശ് ചെന്നിത്തലയായിരുന്നു. ഇപ്പോൾ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിത വലിയ പരാതി നൽകുകയും പോലീസ് അറസ്റ്റിലേക്ക് അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്ത ഘട്ടത്തിൽ തന്റെ നിലപാടിൽ കടുകിട വ്യത്യാസമില്ല എന്ന് രമേശ് ചെന്നിത്തല ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. തെറ്റു ചെയ്തവർ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഒരിഞ്ച് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല എന്ന് രമേശ് ചെന്നിത്തല വ്യക്തമായി പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ വെള്ളപൂശിക്കൊണ്ടുള്ളതായിരുന്നു ഇന്നത്തെ വീക്ഷണം പത്രത്തിലെ മുഖപ്രസംഗം. ആ മുഖപ്രസംഗത്തിന് വരെ അതിനിശ്ചിതമായി വിമർശിക്കുകയാണ് രമേശ് ചെന്നിത്തല. ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്നും ഇതേക്കുറിച്ച് പരിശോധിക്കുമെന്നും KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും പാർട്ടിയിൽ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായ പിന്തുണ ഇപ്പോഴില്ല എന്നുള്ളത് വ്യക്തമാണ്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല അടക്കം രാഹുലിനെതിരെ അതിശക്തമായ നിലപാടുമായി രംഗത്ത് വന്നതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ വി ഡി സതീശനെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ കെ മുരളീധരനെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു യുവ നേതാക്കന്മാരും ഒരു ചേരിയിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലബാറിലെ കോൺഗ്രസിന്റെ വലിയൊരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നിലുണ്ടായിരുന്നു. KC വേണുഗോപാൽ അടക്കമുള്ളവരുടെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ വീണ്ടും സ്ത്രീ പീഡന കേസിൽ, ബലാത്സംഗ കേസിൽ പ്രതിയാക്കപ്പെട്ടതോടുകൂടി തന്നെ രാഹുലിനെ പതിയെ എല്ലാവരും കൈവിടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും രാഹുലിനെതിരെയുള്ള നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നും രാഹുലിനെതിരെ അതിശക്തമായ നിലപാട് തുടരുമെന്നും ഒരിക്കൽ കൂടി രമേശ് ചെന്നിത്തല വ്യക്തമാക്കുകയാണ്.